ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈഡ് റൈസ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് സവോള, 3/4 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസ്, 1 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചത്, 1 കപ്പ് സ്പ്രിംഗ് ഓണിയൻ, 1 കപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ചത്, 1 ക്യാപ്സിക്കം, 2 പച്ചമുളക്, ആവശ്യത്തിന് കശുവണ്ടി, ആവശ്യത്തിന് ഗ്രാമ്പൂ, പട്ട, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 കിലോ ബീഫ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത്. ഈ ബീഫിലോട്ട് നമുക്ക് എല്ലാ മസാലകളും ആഡ് ചെയ്യാം. ഈ ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് മുഴുവനായിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ബീഫ് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായി ആദ്യ ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. ഈ ഉരുളി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് എടുത്തിടാം. ബീഫ് ചെറുതായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബീഫ് മറിച്ചിടാം. 2 സൈഡും വെന്തതിന് ശേഷം നമുക്ക് ഈ ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ബീഫ് ഇവിടെ നല്ല വെന്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഈ പാനിലേക്ക് തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. എണ്ണ ചെറുതായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കശുവണ്ടി ആഡ് ചെയ്യാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇളക്കാം. ഇതിപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായി. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് ചെറുതായി കുക്ക് ചെയ്ത ഗ്രീൻ പീസ് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗ്രീൻ പീസിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ചെറുതായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീൻസ് ആഡ് ചെയ്യാം. ഇത് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വേവുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതെല്ലാം വെന്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ സൈഡിലേക്ക് ആക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാം. എണ്ണ ചെറുതായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇത് ആഡ് ചെയ്തിട്ട് ചെറുതായി മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. ഗ്രാമ്പൂവും ഏലക്കയും പട്ടയും ചെറുതായി മൂത്തതിന് ശേഷം നമുക്ക് എല്ലാ വെജിറ്റബിൾസും കൂട്ടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. എല്ലാ വെജിറ്റബിൾസും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ട് നല്ല സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. നന്നായി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിലേക്ക് 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫ് ഫ്രൈഡ് റൈസിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. കുറച്ച് ബട്ടർ.
ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും കൂട്ടി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാ വെജിറ്റബിൾസും ബീഫും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പം കുറച്ച് വെള്ളം മാറ്റി വെച്ചായിരുന്നു. നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ 1/2 കിലോ ബസുമതി റൈസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ബീഫും റൈസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ റൈസ് എല്ലാം ഉടഞ്ഞു പോകും. ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മേളിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ ബീഫ് ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്യണം. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.